ഇന്ത്യ തിരിച്ചടിക്കുന്നതിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങൾ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും അതുപോലെ തന്നെ നമ്മുടെ ആർമിയുടെ ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാനും ആർമിയുടെയും എയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പോർട്ടിൻ്റെ അല്ലെങ്കിൽ നേവിയുടെ എയർ മാർഷലും കൂടെ ചേർന്നാണ് നിശ്ചയിക്കുന്നത്. അതിൻ്റെ അംഗീകാരം അവർക്ക് യുക്തമായ കാര്യങ്ങൾ ഏതറ്റം വരെ പോകാം എന്നുള്ള കാര്യത്തിൽ അവർ തീരുമാനമെടുക്കാം എന്ന് പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവരുടെ ആ ചർച്ചയിൽ നിന്ന് നമുക്ക് വ്യക്തമായി. കൃത്യമായ ഒരു വിശ്വാസം സേനാനായകന്മാരിൽ ഉണ്ട്. പ്രൈം മിനിസ്റ്റർക്കും അതുപോലെ രാജ്യരക്ഷാ മന്ത്രിക്കും ദേശീയ ഉപദേഷ്ടാവിൻ്റെ ഒരു ഫൈനൽ അതോറിറ്റി അല്ലെങ്കിൽ ഫൈനലായ വാക്കുകളും അവർ സ്വീകരിക്കേണ്ടി വരും. നമുക്ക് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇപ്പോൾ ഏകദേശം 80 വയസ്സായി അദ്ദേഹത്തിന്. ഇന്ത്യയുടെ ബുദ്ധിരാക്ഷസന്മാരിൽ ഒരാൾ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് തുടങ്ങുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ ഐ പി എസ് ലഭിച്ച ശേഷം അദ്ദേഹത്തിനെ ആദ്യം പോസ്റ്റ് ചെയ്തത് കേരളത്തിലേക്കാണ്. അന്ന് യശസ്വരീനായ കരുണാകരൻ്റെ കാലഘട്ടമാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് അജിത് ഡോവൽ കോട്ടയത്തെ ASP ആയിട്ട് ചാർജ് എടുക്കുന്നത്. കോട്ടയത്ത് അദ്ദേഹം ASP ആവുമ്പോൾ വളരെ സുദീർഘമായ സേവനമാണ് കോട്ടയത്ത് നടത്തിയത്. അദ്ദേഹം അവിടുത്തെ ഗുണ്ടകളെയും അങ്ങനെയുള്ള ആൻറ്റി സോഷ്യൽ എലിമെൻസിനെല്ലാം വളരെ പെട്ടെന്ന് ഒതുക്കി. കരുണാകരന് വലിയ സന്തോഷമായി ആ കാര്യത്തിൽ. ആ സമയത്താണ് തലശ്ശേരി കലാപം ഉണ്ടാകുന്നത്. ഉടൻ തന്നെ അജിത് ഡോവലിനെ തലശ്ശേരിക്ക് അയച്ചു. അദ്ദേഹം ആ കലാപം എങ്ങനെയാണെന്നറിയത്തില്ല, ഗുരുതരമായ ആ കലാപം വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും തീ വെക്കുന്നതും അവർക്ക് വസ്തുവകൾക്ക് നഷ്ടം വരുന്നതും പല ആൾക്കാരുടെ ജീവനെടുത്ത കലാപം. ഇദ്ദേഹം വന്ന് ചാർജ് എടുത്ത് 3-4 ദിവസത്തിനകം പെട്ടെന്ന് അത് കലാപം ഒതുങ്ങി. എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് പലർക്കും മനസ്സിലായില്ല. എങ്ങനെയാണ് ആ കലാപം ശമിപ്പിച്ചതെന്നും മനസ്സിലായില്ല. അതിബുദ്ധിമാനായ അജിത് ഡോവലാണ് തലശ്ശേരി കലാപം ഞൊടിയിടയ്ക്കുള്ളിൽ അദ്ദേഹം ഒതുക്കിക്കളഞ്ഞത്, അല്ലെങ്കിൽ അത് അമർച്ച ചെയ്തത്. വളരെ തന്ത്രപരമായ ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു അദ്ദേഹം നടത്തിയത്. ഇന്നും അതിൻ്റെ കാതലായ അല്ലെങ്കിൽ കലാപം നടത്താനായിട്ടുള്ള കാതലായ കാരണവും അത് കലാപത്തിന് ആഹ്വാനം ചെയ്തത് ആരാണ് എന്ന ആളെ കണ്ടെത്തി അയാളെ അദ്ദേഹം വരുത്തി അയാൾക്കുണ്ടാകുന്ന വരാൻ പോകുന്ന അപകടം പറഞ്ഞ് മനസ്സിലാക്കിയെന്നാണ് വരുന്ന വാർത്തകൾ. എന്തായാലും എന്ത് തന്ത്രമാണ് പ്രയോഗിച്ചതെന്നറിയില്ല. കലാപം പെട്ടെന്ന് അത് വളരെ കേരളത്തെ ഭീതിപ്പെടുത്തിയ കലാപം പെട്ടെന്ന് അവിടെ ഒതുങ്ങി. അതിൻ്റെ ബുദ്ധിരാക്ഷസൻ, ആ കലാപം ഒതുക്കാനുള്ള ബുദ്ധിരാക്ഷസനായി വന്നത് അജിത് ഡോവൽ തന്നെ. കരുണാകരനും അത് അറിയാതിരിക്കാം എങ്ങനെയായിരിക്കുമെന്ന്. എന്തായാലും കരുണാകരൻ സാറ് കടന്നുപോയി. ആ കലാപം തലശ്ശേരി ഒതുക്കിയോടുകൂടി ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഇന്ത്യൻ ഇൻ്റലിജൻസിലേക്ക് പെട്ടെന്ന് ട്രാൻസ്ഫറായി. അദ്ദേഹം IB-യിലെ ഒരു SP ആയിട്ട് വന്നു. ഇന്ത്യയിലെ ഇൻ്റലിജൻസ് വൃത്തങ്ങളിൽ അദ്ദേഹം പടിപടിയായി കയറി ഇന്ത്യയുടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ട എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം അത് കൃത്യമായിട്ട് ചെയ്യുകയും അത് ഇന്ത്യയിലെ അന്നത്തെ പ്രധാനമന്ത്രിമാരെയും ഇന്ത്യയിലെ മേലധികാരികളെയും മുഴുവൻ ബോധ്യപ്പെടുത്തി അങ്ങനെ രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് വളരെ ശക്തമാക്കിയ വ്യക്തിയാണ് അജിത് ഡോവൽ. പാകിസ്ഥാൻ്റെ ആണവ നിർമ്മാണ സമയത്ത് അദ്ദേഹം പാകിസ്ഥാനിലെ ഇന്ത്യയിൽ നിന്ന് പോയി വേഷപ്രച്ഛന്നായി പോയി. അവിടെ പോയി അദ്ദേഹം റിക്ഷ തൊഴിലാളിയായിട്ടും ചുമട്ട് തൊഴിലാളിയായിട്ടും ബഗറായിട്ടൊക്കെ നടന്ന് അത് പാകിസ്ഥാൻ്റെ ആണവ നിർമ്മാണം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഫിക്സ് ചെയ്ത് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയതായിട്ടാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾ പലതും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിനുവേണ്ടി ഏതറ്റം വരെ അദ്ദേഹം പോകുമെന്ന് നമുക്കറിയാം. ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ യുദ്ധതന്ത്രത്തിൻ്റെ
ഏതൊക്കെ മേഖലയിൽ അതെങ്ങനെയൊക്കെ ആയിരിക്കണമെന്നുള്ളത് നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നത്. ഇദ്ദേഹത്തിന് വലിയൊരു റോളുണ്ട്. അതേസമയത്ത് ഇന്ത്യയുടെ നീക്കം എന്താണെന്ന് ഇന്നും ഇന്ത്യക്കാർക്കോ നമുക്കാർക്കോ അറിയില്ല. അത് അതീവ രഹസ്യമായി മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാണ്. എന്നാലും പാകിസ്ഥാൻ നമ്മളെ ഭയപ്പെടുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അവിടുത്തെ സേനാനായകൻ അസീർ മുനീഫ് ബംഗറിൽ ഒളിച്ചു എന്ന് വാർത്ത വരുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ത്യ ഇപ്പം അതിശക്തമായ ഒരു കൗണ്ടർ അറ്റാക്ക് ഉണ്ടാകുമെന്നാണ് ലോകരാഷ്ട്രങ്ങൾ കരുതുന്നത്. ഏത് രീതിയിലാണെന്ന് ഇന്നും അജ്ഞാതമാണ്, ആർക്കും അത് മനസ്സിലാകുന്നില്ല. എങ്കിലും ഈ പാകിസ്ഥാനിൽ ഇപ്പോൾ അവർ ഡിഫൻസ് മെക്കാനിസം തുടങ്ങി. കാരണം ലഷ്കർ ഇ തോയ്ബയുടെ അവിടുത്തെ നേതാക്കന്മാർ പലരും ഒളിവിൽ പോയി കഴിഞ്ഞു. കാരണം അവർക്കറിയാം അവരിലേക്കാണ് ഇന്ത്യയുടെ മോന വരുന്നത്, കൂർത്തു വരുന്നതെന്ന് അവർക്കറിയാം. TRFൻ്റെ ഇവിടെ ഇപ്പോഴത്തെ പഹൽഗാമിലെ ആൾക്കാരെ വെടിവെച്ച് കൊന്നതിൻ്റെ അതിൻ്റെ ചുക്കാൻ പിടിച്ച് സൈഫുള്ള കസൂരിയെ ഇന്ത്യക്ക് വേണം. കസൂരിയുടെ കീഴിൽ 7 പേരാണ് ആ വെടിവെപ്പിന് നേതൃത്വം കൊടുത്തത്. അവർ പതുക്കെ പഹൽഗാമിൽ നിന്ന് നീങ്ങി അവർ സഞ്ചരിച്ച് നടന്ന് ജമ്മുവിലേക്ക് വരുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. അവരെ ജീവനോടെ പിടിക്കാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അത് ജീവനോടെ തന്നെ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടിയിരിക്കുകയാണ്. കാരണം അവർ ജമ്മുവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. കാട്ടിക്കൂടെ തന്നെയുള്ള സഞ്ചാരമാണ്. ഡ്രോൺ ഉപയോഗിച്ചിട്ട് തന്നെ ഇന്ത്യ അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അത് കറക്റ്റാണ് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ജമ്മു വഴി അവർ പാകിസ്ഥാനിലെ ആസാദ് കാശ്മീരിലേക്ക് ചാടാൻ തന്നെയാണ് അവരുടെ നീക്കം. അതിനു മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും അവരെ പിടിക്കും എന്നാണ് കരുതുന്നത്. എന്തായാലും ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാനും മറ്റുള്ളവരും ഏത് രീതിയിലുള്ളൊരു ഓപ്പറേഷനാണ് നടത്തുന്നതെന്നും വ്യക്തമല്ല. എങ്കിലും പല ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ പലരെയും ഇപ്പം നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സക്സസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. എങ്കിൽ തന്നെയും പാകിസ്ഥാൻ്റെ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ അവിടുത്തെ ലഷ്കർ ഇ തോയ്ബയുടെ നേതാക്കന്മാരെ പലരെയും അവരിപ്പം സേഫായിട്ട് മാറ്റി അവരുടെ സുരക്ഷിതത്തിന് അവരെ പല സ്ഥലങ്ങളിലേക്ക് മാറ്റിയെന്നാണ് വരുന്ന വാർത്തകൾ. എന്തായാലും സൈഫുള്ള കസൂരിയെ നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ആ രീതിയിലുള്ള തന്ത്രം ഇന്ത്യ മെനഞ്ഞു കഴിഞ്ഞു. അജിത് ഡോവൽ ഉത്തരാഖണ്ഡിലെ ഗിരി വില്ലേജുകാരനാണ്. അദ്ദേഹം കൊമേഴ്സ് എക്കണോമിക്സും ഡിഗ്രി വിഷയത്തിലെടുത്ത ആളാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ചാൻസിൽ തന്നെ അദ്ദേഹത്തിന് IPS ലഭിച്ചു. അങ്ങനെയാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ തന്ത്രം അത് തീർച്ചയായിട്ടും ഏത് രീതിയിലുള്ളതാണെന്ന് കൃത്യമായിട്ട് നമുക്കാർക്കും മനസ്സിലാകുന്നില്ല. എങ്കിലും എൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് പാകിസ്ഥാനിലെ ജമ്മു കാശ്മീർ അല്ലെങ്കിൽ കാശ്മീർ എന്ന രാജ്യം ആ രാജാവ് ഇന്ത്യൻ യൂണിയനോട് ചേർന്നപ്പം അതിനകത്ത് പാകിസ്ഥാൻ പിടിച്ചു വെച്ച കുറച്ച് ഏരിയ ഉണ്ട്. അത് 5142 സ്ക്വയർ മൈൽസ് പ്രദേശങ്ങളാണ് പാകിസ്ഥാൻ്റെ കയ്യിലുള്ളത്. അത് ഇന്ത്യയുടെ പക്ഷത്തേക്ക് വന്നെങ്കിൽ മാത്രം ഒരു ശാശ്വതമായ പരിഹാരം നമുക്കുണ്ടാകുകയുള്ളൂ. കാരണം ഇപ്പോൾ കാശ്മീർ മുസ്ലിംസ് കംപ്ലീറ്റ് ഇപ്പം ഇന്ത്യയുടെ പക്ഷത്തേക്കാണ്. അവർക്ക് കാശ്മീരിലെ അവിടെ പട്ടിണിയും പരിവട്ടമാണെന്നും അറിയാം. അവിടെ ആ രാജ്യത്തിന് യാതൊരു പുരോഗതിയുമില്ല. അവിടെ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന ഒരു നേതാക്കന്മാരും അല്ലെങ്കിൽ അവിടുത്തെ പട്ടാള മേധാവികളും അവരെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു രീതിയിലുള്ള വാർത്തകളാണ് വെളിയിൽ വരുന്നത്. ഇപ്പോൾ തന്നെ ജമ്മു കാശ്മീരിലുള്ള ജനങ്ങൾ മുഴുവൻ അവരെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ആ ജമ്മു കാശ്മീരിൽ ടൂറിസ്റ്റുകളുടെ പ്രവാഹം വരത്തക്ക രീതിയിൽ ആണ് അവർ അവിടെ ജോലി ചെയ്യുന്നത്. അവർക്ക് വരുമാനം ഉണ്ടാകണം. അത് ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലുള്ള ജനങ്ങളെ അവിടുത്തെ മറ്റുള്ള ആൾക്കാരെ വെറുപ്പിച്ചുകൊണ്ടോ മുന്നോട്ടല്ല അവിടുത്തെ നിവാസികൾ പോകുന്നത്. കാശ്മീരികളെല്ലാം ഇന്ത്യയുടെ പക്ഷത്ത് തന്നെയാണ്. കാരണം സമാധാനം അവരുടെ അന്തരീക്ഷം വേണം. ജീവിത രീതി ഇപ്പം കാശ്മീരിലെ എല്ലാ ഗൃഹങ്ങളിലും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്ത്യയുടെ ഒപ്പം തന്നെ അവരും വളർന്നു കഴിഞ്ഞു. സാമ്പത്തികമായി വലിയ ഉന്നമനം ഉണ്ടാകുന്നുണ്ട്. എല്ലാവരുടെയും വീടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവർക്കും നല്ല വരുമാനം അവിടെ ടൂറിസ്റ്റുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതേസമയത്ത്
ജമ്മു കാശ്മീരിൻ്റെ വടക്കറ്റത്തുള്ള 2-3 ജില്ലകളിലോ അല്ലെ പാകിസ്ഥാൻ്റെ കൈവശം ഇരിക്കുന്ന ആ പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള ഒരു സാമൂഹിക മുന്നേറ്റമോ ഇതുപോലുള്ള ഒരു ഭൗതിക മുന്നേറ്റമോ ഇതുപോലുള്ളൊരു വളർച്ചയോ അവിടെ എങ്ങും കാണുന്നില്ല. അതുകൊണ്ട് അവിടെ ഇപ്പോൾ ഒരു സമരം നടക്കുന്നുണ്ട്. അത് പാകിസ്ഥാൻ അനുകൂലമാണ്, ഇന്ത്യക്ക് അനുകൂലമാണെന്ന് അറിയില്ല. എങ്കിലും 5142 സ്ക്വയർ മൈൽ പ്രദേശം തീർച്ചയായിട്ടും ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്, കാശ്മീരിൻ്റെ ഭാഗമാണ്. അത് ഇന്ത്യയോട് ചേർന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ടെററിസ്റ്റുകളുടെ ആക്രമണം പാകിസ്ഥാനിൽ മാത്രം ഒതുങ്ങും, ജമ്മു കാശ്മീരിൽ ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതായിരിക്കണം നമ്മുടെ ദേശീയ ഉപദേഷ്ടാവിൻ്റെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, ആ രീതിയിലുള്ളൊരു നീക്കം. കാരണം ഇപ്പോഴത്തെ 26 പേരെ കൊന്ന ആ ടെററിസ്റ്റുകളെ 7 പേരെയും അവരുടെ TRFൻ്റെ കമാൻഡറെയും നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. അതിനുശേഷം ശക്തമായ തിരിച്ചടി നടക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. 2 ദിവസത്തിനുള്ളിൽ അവരെ ഇന്ത്യക്ക് കൈക്കലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനുശേഷം പാകിസ്ഥാന് എതിരായിട്ടുള്ള നടപടികൾ അതിശക്തമായി ഇന്ത്യൻ മണ്ണിൽ നിന്ന് അവർക്ക് ഓരോ ടാർഗറ്റുകൾ എവിടെയാണെന്ന് ഇപ്പം തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്.